ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്ര കോലാപ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് വൈകുന്നേരമായിരുന്നു പ്രോഗ്രാം ഞങ്ങൾക്ക് ഓർഗനൈസ് ചെയ്തിരുന്നത്. അപ്പോൾ മിഷൻ്റെ സമയപരിധി കാരണം യാത്ര ഞങ്ങൾ കുറച്ച് നേരത്താക്കാമെന്ന് കരുതി വൈകുന്നേരത്തെ പ്രോഗ്രാം ഞങ്ങൾ മാറ്റി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ കോലാപ്പൂരിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥനെ ഞങ്ങൾ ഗോവ പോലീസ് ഇൻസ്പെക്ടർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അദ്ദേഹത്തിന് നമ്മളെ സ്കൂളുകളിൽ ഇന്ന് എക്സാം ഒക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ വളരെയധികം ദുഃഖമുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത് ഇനി അടുത്ത പ്രാവശ്യങ്ങൾ വരുന്ന സമയത്ത് മുൻകൂട്ടി എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്കൂളുകൾ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് അവയർനെസ് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം എന്ന് അദ്ദേഹം നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ അപ്രിഷ്യേറ്റ് ചെയ്തു. കൂടാതെ അദ്ദേഹം ഈ മിഷന് സപ്പോർട്ടീവായിട്ട് അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ അദ്ദേഹം നമ്മളെ ഈ പ്രവർത്തനത്തിന് സപ്പോർട്ടീവായിട്ട് ഒരു സർട്ടിഫൈ ചെയ്തിട്ട് അദ്ദേഹം ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. ഈ മിഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, ഇത് സക്സസ് ആവട്ടെ എന്ന് അദ്ദേഹം വിഷ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളോട് യാത്ര പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര് നമ്മളെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഇതുപോലുള്ള ആര് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരികയാണെങ്കിലും അവർക്കൊക്കെ വളരെ സപ്പോർട്ടീവ് ആവും. നമ്മളെ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളിലും വിദ്യാർത്ഥികളിലൊക്കെ ഡ്രഗ്സിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭാവി തലമുറ അവരുടെ എഡ്യൂക്കേഷനും അതുപോലെ സൊസൈറ്റിക്കും രാജ്യത്തിനും എല്ലാം തന്നെ നെടുന്തൂണായി വളരേണ്ട യുവതലമുറ അവർ ആപത്ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവര് വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടി കൃത്യമായ ഡയറക്ഷനിലേക്ക് അവരെ എത്തിക്കേണ്ട, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ പബ്ലിക്കിലുള്ള എല്ലാ ആളുകളും ഇത്തരത്തിലും പ്രവർത്തനങ്ങൾക്ക് വളരെ സപ്പോർട്ടീവാണ്. വളരെ ഇവിടെയുള്ള നമ്മൾ ഗോവയിലുള്ള ആളുകൾ തന്നെ വളരെ സങ്കടമാണ്. കാരണം അവർ പറയുന്നത് ഇത് നമ്മളെ ഒരുപാട് ഗൗരവത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം. കാരണം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇതൊക്കെ മുൻപേ ചെയ്യേണ്ടതായിരുന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ആരും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്നാലും അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ പബ്ലിക് ഉണ്ട്, ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ വളരെ അറ്റൻഷൻ കാണിക്കുക. ഇതിനെതിരെ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗത്തിനെതിരെ ശബ്ദിക്കുക. ഞങ്ങളെ യാത്ര ഗോവയിൽ നിന്ന് കോലാപ്പൂരിലേക്ക്, മഹാരാഷ്ട്ര കോലാപ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവിടുത്തെ വിശേഷങ്ങളും വിവരങ്ങളും അവിടെ ചെന്നതിന് ശേഷം അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.